ജെ ആർ പത്മകുമാർ ഇപ്പോഴും കേന്ദ്രത്തെയാണ് പഴിക്കുന്നത് കെ ടി കുഞ്ഞിക്കണ്ണനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും. അല്ലാതെ വേറെ ആരും വിമർശിക്കാൻ. സത്യസന്ധമായി ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുക. നിങ്ങൾ ആലോചിച്ചു നോക്കും, നമ്മുടെ കേരളത്തിൻ്റെ ധനകാര്യം ചിരിച്ചുകൊണ്ട് എന്ത് പച്ച കള്ളമാണ് ജനങ്ങളോട് ഓരോ പ്രാവശ്യവും പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും വലിയ ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ്, മറ്റേ പ്രശ്നമാണ്, മറിച്ച പ്രശ്നമാണെന്ന് പറയാതെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അംഗീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് SLC പരീക്ഷ മറ്റേ പരീക്ഷകൾ നടക്കാൻ പോകുന്നത് പരീക്ഷ കുട്ടികളുടെ ഫീസ് വാങ്ങിയിട്ടുണ്ട്, എന്നിട്ട് ആ പരീക്ഷ നടത്താനുള്ള കാശ് കൊടുക്കാൻ കഴിയാത്തത് ഫെഡറലിസത്തിൻ്റെ തകരാറുകൊണ്ടാണോ? മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഫീസ് വാങ്ങുന്നുണ്ട്. ആ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിന് ഫീസ് 200 രൂപ വെച്ച് വാങ്ങിയിട്ട് അത് പ്രിൻ്റ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് പറയുന്നത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണോ? പറയൂ. സെസ് ഏർപ്പെടുത്തി, 2 രൂപ സെസ് ഏർപ്പെടുത്തി സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, എന്നിട്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണോ? അപ്പൊ ഇത് വെറുതെ ആളുകളെ പറ്റുന്ന മിസ്മാനേജ്മെന്റ് ആണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് 4 ലക്ഷം രൂപ ചികിത്സാ സഹായം കൊടുക്കാൻ ഫെഡറലിസത്തിന്റെ പ്രശ്നം വന്നില്ലല്ലോ. എന്താ വരാത്തത്? 4 ലക്ഷം രൂപ ഈ അടുത്ത കാലത്താണല്ലോ ചികിത്സാ ചെലവ് കൊടുത്തത്. അവരല്ല, മുഖ്യമന്ത്രി ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, ആ ശമ്പളം ബാക്കി ആനുകൂല്യം വാങ്ങുന്നുണ്ടല്ലോ, അതിൽ നിന്ന് ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തൂടെ? ഭാര്യയുടെ ചികിത്സാ ചെലവ് വഹിക്കണ്ടേ? അത് ഈ ഖജനാവിൽ നിന്നല്ലേ കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ക്യാബിനറ്റ് റാങ്ക് കൊടുത്ത ആളുകൾക്കെല്ലാം 1-ാം തീയതി ശമ്പളം കൊടുത്തല്ലോ. എന്തേ ബാക്കിയുള്ള ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ സാമ്പത്തിക ഞെരുക്കം എന്ന് സംബന്ധിച്ച് താങ്കളൊന്ന് വിശദീകരിക്കും. ഇപ്പോ 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊന്നും അല്ലല്ലോ നമ്മുടെ ട്രഷറിയെ താഴ്ത്തിക്കുന്നത്. നോക്കൂ, 47,661 കോടി രൂപയായിരുന്ന തനത് വരുമാനം 78,000 കോടി രൂപയാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ബജറ്റിലെ റെക്കോർഡ്സാണ്, നമ്മുടെ ഡോക്യുമെന്റ് ആണ്. അങ്ങനെ ഇരട്ടിയായി തനത് വരുമാനം വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിന് ഈ നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പിന്നെ എങ്ങനെ ഉണ്ടാകുന്നു? അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പരസ്യമുണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴുള്ളൊരു കേരളം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ചാനലിലും വരുന്നൊരു പരസ്യമുണ്ട്, നവകേരളം ഒരു പരസ്യമുണ്ടല്ലോ. നികേഷ് ഒന്ന് കണ്ടു നോക്കൂ. എന്താ പറയുന്നത്? ആഭ്യന്തര വരുമാനം കൂടി, വ്യവസായം വർദ്ധിച്ചു, ടൂറിസ്റ്റുകൾ ധാരാളം വന്നു, GST വരുമാനം ഇരട്ടിയായി. ഇതൊക്കെ എവിടെ പോകുന്നു? നമുക്കാണോ GST വരുമാനം കിട്ടുന്നത്? ശ്രീ ജെ ആർ പത്മകുമാർ, കേരളം 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയായി കുറയുകയാണ്. നമ്മുടെ കേന്ദ്രത്തിന്റെ വിഹിതം 21 രൂപയായി ചുരുങ്ങുകയാണ്. ചർച്ച ചെയ്ത കാര്യമാണ്. അല്ല, എങ്ങനെയാണ് ചർച്ച ചെയ്താലേ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയിലെ കണക്കുകൾ വ്യത്യസ്തമാകുമോ? മഹാരാഷ്ട്രയ്ക്ക് അല്ല, നിങ്ങൾ പറഞ്ഞ മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കുന്നത് എത്ര, ഗുജറാത്തിന് കൊടുക്കുന്നത് എത്ര? നിങ്ങളൊന്ന് കണക്ക് നോക്ക്, പറയൂ. സാമ്പത്തിക ശേഷി കേരളത്തിനുണ്ടോ? കേരളം ഒരു രൂപ അല്ല, 1 രൂപ പിരിച്ചെടുക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇതൊക്കെ കൊടുക്കുന്നത് ഫൈനാൻസ് കമ്മീഷന്റെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലാണ് കൂടുതൽ കിട്ടുന്നത്. ഒരു വിവേചനവും അതിനകത്ത് കാണിക്കുന്നില്ല. ഇത് വെറുതെ ഇവരുടെ പിടിപ്പ് കെടുന്ന ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുകയാണ്. അത് മനസ്സിലാക്കി, അത് വളരെ സാമ്പത്തിക മേഖലയിൽ അറിവുള്ള ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് വലിയ പ്രതിസന്ധി വരുമെന്ന്. ഇപ്പം തന്നെ ഓവർ ഡ്രാഫ്റ്റിലാണ് നിന്നത്, 1,600 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റിലാണ് നിന്നത് കേന്ദ്രം. ഇപ്പോൾ നേരത്തെ IGSTയുടെ അൺക്ലൈംഡ് വിഹിതവും എല്ലാം കൂടെ കൊടുത്ത് ഏകദേശം 4,000 കൂടുതൽ രൂപ വന്നപ്പോൾ 1,600 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റിൽ നിന്നത് കുറവ് ചെയ്തപ്പോഴാണ് ഇപ്പോൾ പ്രതിസന്ധിയിലേക്ക് എത്തിയത്. ഇത് വരുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി, നമ്മുടെ ധനകാര്യമന്ത്രി നേരത്തെ മനസ്സിലാക്കണമായിരുന്നു. ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 2014 മുതൽ 24 വരെയുള്ള 23 ഡിസംബർ വരെയുള്ള കണക്ക് കൊടുത്താൽ നികുതി വീതം പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. 220 UPA ഗവൺമെൻറ്റിൻ്റെ കാലമായി കണക്കാക്കുമ്പോൾ 224% വർധനമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ പൈസ കിട്ടുകയും അത് വലിയ രീതിയിൽ വകമാറ്റി ചെലവഴിക്കുകയും ധൂർത്തും മിസ്മാനേജ്മെൻറ്റും കൊണ്ട്
സാമ്പത്തിക ഈ ഒരു തകർച്ചയിലേക്ക് പോകുന്ന വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ്. എന്ത് ധൂർത്താണ് ശ്രീ ജെ.ആർ. പത്മകുമാർ, ഒന്ന് പറഞ്ഞുതരാമോ? ഫെഡറലിസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഒരു സർക്കാർ നടത്തുന്ന ധൂർത്ത് എന്തൊക്കെയാണ് താങ്കൾ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ചർച്ച നയിക്കാം. ഞാൻ ചോദിട്ടെ, നിങ്ങളുടെ മുൻ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാരും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവരുടെ പെൻഷനും ഇതെല്ലാം വാങ്ങിയിട്ട് ഏതെല്ലാം സ്ഥാപനങ്ങളിലാണ് ഇപ്പൊ ഇരിക്കുന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. എത്ര ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ എത്ര കോർപ്പറേഷനുകൾ വെൽഫെയർ നമ്മുടെ അതൊക്കെയാണ് താങ്കൾ ധൂർത്തായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. അതൊക്കെ തന്നെയാണ്. നിങ്ങള് ഇൻവെസ്റ്റ് കേരളയില് ഫോണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ചെലവാക്കിയതെല്ലാം ധൂർത്ത് തന്നെയാണ്. കാര്യം ഒരു ഗുണവും ഇല്ല അത് സംസ്ഥാനത്തിന്. Debate with M.V. Nikesh Kumar.